റോബിൻസ് ഗ്രീൻസ് ടേസ്റ്റ് ആൻഡ് ട്രയൽസിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുൻപ് നമ്മൾ പല ഭാഗങ്ങളായി പറഞ്ഞു വെച്ച ഡൽഹി സീറോ മലബാർ സഭയിൽ നടക്കുന്ന ഫരീദാബാദ് രൂപതയിൽ നടക്കുന്ന ഏകീകൃത കുർബാന സംബന്ധമായിട്ടുള്ള ചർച്ചകളെയും വിശകലനങ്ങളെയും കുറിച്ചാണ്. ഇവിടെ ഡൽഹി സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ സോബിൻ തോമസ് ലിറ്റർജി പരമായിട്ടുള്ള കുറച്ച് വിശദീകരണവും കിഴക്കൻ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭയുടെ വിശ്വാസ രീതികളും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭ എന്ന് പറയുന്ന സ്വയം ഭരണാധികാര സംവിധാനമുള്ള പ്രവർത്തന ശൈലിയെക്കുറിച്ചും അതോടൊപ്പം പാലിക്കപ്പെടേണ്ട സിനഡ് അംഗീകരിച്ച കുർബാനക്രമം എന്താണെന്നെല്ലാം ഇവിടെ വ്യക്തമായും ശക്തമായും പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആർച്ച് ബിഷപ്പ് ഞങ്ങളെ കൂട്ടാക്കുന്നത് മാത്രമല്ല, ഞാൻ എഴുതിയ കത്തുകൾ ഒരുപക്ഷെ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാനും മാത്രമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ബിക്കോസ് ഐ ആം ഫ്രം എൻ ഇന്ത്യ ടുഡേ റിട്ടയർഡ് പേഴ്സൺ. അല്ല, ഇപ്പം താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആർച്ച് ബിഷപ്പ് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അടുത്ത നടപടി എന്താണെന്നുള്ളത്. ഈ ഒരു പ്രസ് മീറ്റിംഗിന്റെ ആവശ്യം അത് തന്നെയാണ്. സീറോ മലബാർ സഭ വിശ്വാസികളായ ഞങ്ങൾ സീറോ മലബാർ സഭ പഠിപ്പിക്കുന്ന പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച വിശുദ്ധ കുർബാന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ഇതിന്റെ ആവശ്യകതയുണ്ട്. അതിനായിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇപ്പം മുൻപ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിന്റെ ലിറ്റർജി പരമായിട്ടുള്ള ചെറിയൊരു വിശദീകരണത്തോട് നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ സീറോ മലബാർ ചർച്ച് ഒരു സ്വയം ഭരണ കിഴക്കൻ കത്തോലിക്ക സഭയാണ്. ഈ സഭയുടെ പരമാധികാര സിനഡ് ഏകകണ്ഠമായി നിർദ്ദേശിക്കുകയും പരിശുദ്ധ പിതാവ് അംഗീകരിക്കുകയും ചെയ്തതാണ് ഈ ഏകീകൃത കുർബാനക്രമം. ഇത് ഒരു നിർദ്ദേശമല്ല, ഒരു കാനോനിക്കൽ ബാധ്യതയാണ്. സഭയുടെ ലിറ്റർജി വ്യക്തിപരമായ സൃഷ്ടിപരമായ പ്രകടനമല്ല. പുരോഹിതൻ കുർബാനയിൽ തന്റെ വ്യക്തിപരമായ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള അധികാരവും അവിടെയില്ല. കുർബാന ക്രിസ്തുവിന്റെ യാഗസന്നിധിയാണ്. അത് സഭയുടെ പാരമ്പര്യത്തിലും സിനഡിന്റെ അധികാരത്തിലും നിൽക്കുന്ന ഒരു വിശുദ്ധ സാക്രമെന്റാണ്. ചരിത്രപരമായിട്ട് നോക്കിയാൽ സീറോ മലബാർ സഭയ്ക്ക് കിഴക്കൻ സുറിയാനി പാരമ്പര്യത്തെയാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ലാറ്റിൻ സ്വാധീനം, മറ്റ് പ്രശ്നങ്ങൾ, പ്രാദേശികമായിട്ടുള്ള രീതികൾ, വ്യത്യാസങ്ങൾ പല പ്രാവശ്യം ഉണ്ടാക്കിയെങ്കിൽ തന്നെയും സഭയുടെ സിനഡ് ദീർഘകാലമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ ഐക്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിറ്റർജിയിൽ ഒരു രൂപമാറ്റവുമില്ലാതെ ഇത് സഭയുടെ ഏകീകമായിട്ടുള്ള ഐക്യത്തിന്റെ ദൃശ്യപ്രകടനമാണ് എന്ന് പറഞ്ഞു വെച്ചത്. ഫരീദാബാദ് അതിരൂപത ഉൾപ്പെടെയുള്ള എല്ലാ രൂപതകളിലും സിനഡിന്റെ തീരുമാനം വിധേയമാണ്. ഒരാൾക്കും ഏത് സ്ഥാനത്തുള്ളവർക്കായാൽ പോലും സഭയുടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ലിറ്റർജിക്കൽ ക്രമത്തെ നിരാകരിക്കാനോ മാറ്റങ്ങളോടെ നടപ്പിലാക്കാനോ അവകാശമില്ല. സഭയിൽ അനുസരണം ഒരു തിരഞ്ഞെടുപ്പല്ല, അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ഓരോ വൈദികനും തന്റെ വൈദിക ശുശ്രൂഷാപദം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തെ സാക്ഷി നിർത്തി സത്യം ചെയ്യുന്നുണ്ട്. സഭ പഠിപ്പിക്കുന്നതും സഭാധികാരികൾ പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ ഫോളോ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഇടവക വികാരിമാരിലേക്ക് മാത്രം ഒരു ബിഷപ്പ് തീരുമാനിച്ച് പ്രത്യേക ശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല. കാനോനിക്കൽ നിയമങ്ങളെ അനുസരിക്കാതെ വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ആരാധനക്രമം മാറ്റുന്നത് സഭയുടെ ഐക്യത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ പറയുന്ന നിലപാട് വളരെ വ്യക്തമാണ്. സിനഡിന്റെ തീരുമാനങ്ങൾ വളരെ നിർബന്ധ ബോധത്തോടുകൂടി തന്നെ അത് ഞങ്ങളുടെ ഈ ഫരീദാബാദ് രൂപതയിൽ നടപ്പിലാക്കണം. പരിശുദ്ധ പിതാവിന്റെ അംഗീകാരം ലഭിച്ച ലിറ്റർജി ക്രമം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. സഭയുടെ ഐക്യം സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ഈ മാധ്യമം വഴി ഞങ്ങൾ ഫരീദാബാദിലുള്ള പിതാവിനെ മാത്രമല്ല ഞങ്ങൾ ഈ സന്ദേശം എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സഭയുടെ പിതാവ് തട്ടിൽ പിതാവിനോടും ലിറ്റർജി കമ്മീഷനോടും സീറോ മലബാർ സഭയുടെ സിനഡിനോടും പറയുകയാണ്, സഭാമക്കളെ തമ്മിൽ തല്ലിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ രീതികൾ നിർത്തി അടുത്ത സിനഡിലെങ്കിലും വ്യക്തമായ ഒരു തീരുമാനം, തക്സയിൽ എഴുതപ്പെടേണ്ട കാര്യങ്ങൾ തക്സയിൽ എഴുതപ്പെടണം, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം. സഭയുടെ വിശ്വാസം ഒറ്റക്കെട്ടായി ഒരു വഴിയെ നയിക്കുന്ന ഒരു ഇടയനും ഒരു ജനവുമായി മാറാൻ വേണ്ടി വ്യക്തമായ തീരുമാനങ്ങൾ അടുത്ത സഭാ സിനഡിലെങ്കിലും എടുത്ത് ജനങ്ങളോട് ഒരു കാര്യം പറ, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച പരിശുദ്ധ സിംഹാസനത്തിന് ഒരു തീരുമാനം മേടിക്കുക, ഈ ഒരു കാര്യം ചെയ്യാം.
അല്ലാണ്ട് ഇവിടെ ഫരീദാബാദ് അല്ലെ എറണാകുളം അങ്കമാലി അല്ലെങ്കിൽ ഒരു പ്രാദേശികവാദം എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്താനോ അല്ലെ ഞങ്ങളെ ചിന്താഗതികളെ വഴിയടയ്ക്കാനോ ശ്രമിക്കാതിരിക്കുക.